ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പം 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിൽ ഞാനിത് ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിൽ ഞാനിന്ന് ഓപ്ഷൻ ബൈ ചെയ്ത് 1-2 എൻട്രീസാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇത് ലൈവായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പക്ഷെ ലൈവായിട്ട് ഞാൻ എടുത്ത എൻ്റെ ഓർഡർ ബുക്ക് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് എൻ്റെ എൻട്രി വന്നത് ഈ ഒരു ക്യാൻഡിലാണ്, അതായത് 9:23 ഞാൻ എൻട്രി എടുത്തത്. അത് എന്തുകൊണ്ടാണ് ഞാൻ എൻട്രി എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച്, അപ്പോൾ ഈ ഒരു റേഞ്ച് ഇന്നലത്തെ ക്ലോസ് വന്ന അല്ലെങ്കിൽ ഇന്നലത്തെ ഈവനിങ്ങിൽ വന്ന ഒരു റേഞ്ചാണിത്. അപ്പോൾ ഇന്ന് ഓപ്പൺ ആയത് ആ ഒരു റേഞ്ചിലാണ് ഓപ്പണായി, അത് ഓപ്പണായി ഇതിൻ്റെ മുകളിൽ ക്ലോസ് വന്ന ഒരു ക്യാൻഡിലാണ് 9:22 എന്ന് പറയുന്നത്. അപ്പം ഓപ്പണായി ഡൗൺ അടിച്ച് ബയേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് മുകളിലേക്ക് പോയി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് വന്നൊരു ക്യാൻഡിലാണ് 9:22 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ 9:23 എൻട്രി എടുത്തത്. പക്ഷെ ഞാൻ 9:23 എൻട്രി എടുത്തു, ഞാനത് ഹോൾഡ് ചെയ്യാം എന്നുള്ള ഒരു കണക്കിനാണ് എടുത്തത്. എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ലെവൽ വരെ പോകുമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു 1:2 എങ്കിലും എടുത്ത് ഇറങ്ങാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ കയറിയത്. പക്ഷേ അത് കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡിലിൽ, അതായത് 9:29 നല്ലൊരു റിജക്ഷൻ മോളിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ 9:30 ഇപ്പം 1 മിനിറ്റ് ക്യാൻഡിൽ ആയതുകൊണ്ട് അടുത്ത ഒരു 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ 9:30 ക്യാൻഡിലും നല്ല റിജക്ഷൻ, അതായത് ഡബിൾ പിൻ ബാർ പോലെയാണ് അവിടെ വന്നത്. അപ്പോൾ ആ ഒരു ഡബിൾ പിൻ ബാർ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ക്യാൻഡിൽ ഒരു റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ഈ 9:31 ഞാൻ എൻട്രി എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു റിജക്ഷൻ വന്ന സമയത്ത് എനിക്ക് ഓപ്ഷനിൽ പ്രൈസ് നന്നായിട്ട് ഡൗൺ മീൻസ് ലോസ് അല്ല, പക്ഷേ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിലൊക്കെ ഒരു 20-25 പോയിൻറ്റ്സ് ഒക്കെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് പെട്ടെന്നൊരു 15 പോയിൻറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു. ഒരു 10 പോയിൻറ്റ് അവിടെ എനിക്ക് ഈ ഒരു ക്യാൻഡിലൊക്കെ ആയപ്പോഴത്തേക്കും കുറയും തോന്നിയുകൊണ്ട് ഞാൻ അവിടെ എക്സിറ്റ് ആയി. ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം 9:23 ഞാൻ എൻട്രി എടുത്തത്. ഞാൻ 55,400 കോളാണ് എടുത്തത്. അപ്പം 9:23 എൻട്രി, 9:31 എക്സിറ്റ് ആയി. അപ്പം 1 ലോട്ടിലാണ് ഞാൻ ചെയ്തത്. 1 ലോട്ടിൽ എനിക്കൊരു 14 പോയിൻറ്റ്സ് ആണ് എനിക്കതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. എന്നാലും എനിക്ക് 14 പോയിൻറ്റ്സിൽ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് അതിൽ ഞാൻ 14 പോയിൻറ്റ്സ് ആണ് ക്യാച്ച് ചെയ്തത്. അത് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് എൻട്രി വന്നത് എനിക്ക് ഈ ഒരു റേഞ്ചിൽ, അതായത് 12 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു റേഞ്ച്, ഈ ഒരു സ്വിങ്ങായിരുന്നു ഞാൻ കൺസിഡർ ചെയ്തത്. ഈ ഒരു സ്വിങ്ങിന് മുകളിൽ നമുക്ക് ക്യാൻഡിൽ പോയി. അതുപോലെ തന്നെ ഈ ഒരു 9 എനിക്ക് സപ്പോർട്ട് എടുത്ത് 11:55 ഒരു എൻട്രി വന്നു കഴിഞ്ഞപ്പോൾ 11:55 ഞാൻ എൻ്റെ സെക്കൻഡ് എൻട്രി എടുത്തത്. ഇതും ഞാൻ ലോങ് ആണ് എടുത്തത്. 11:55 എൻ്റെ എൻട്രി വന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പുൾ ബാക്ക് ആയതുകൊണ്ടാണ് ഞാനിവിടെ 11:55 കയറിയത്. അപ്പോൾ ആ 11:55 കയറി, പക്ഷേ കയറി ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. പല സ്ഥലത്തും നമ്മൾ ഇതുപോലത്തെ ഒരു വലിയൊരു ക്യാൻഡിൽ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ സഡൻ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ശരിക്കും ഞാനൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്വിങ്ങിന് താഴെ ഇല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിന് താഴെ നല്ലൊരു ക്ലോസ് വരുമ്പം എക്സിറ്റ് ആവാം എന്നുള്ള കണക്കാക്കിയിട്ടായിരുന്നു. ഈ 20 താഴെ ഒരു ക്ലിയർ ക്ലോസ് വരുമ്പോൾ എക്സിറ്റ് ആവാം എന്നായിരുന്നു എൻ്റെ അല്ല. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ ഓപ്പോസിറ്റ് വന്നു. അതായത് 11:58 എനിക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ആ ക്യാൻഡിൽ ആക്ച്വലി ഞാൻ എക്സിറ്റ് ആയത്, ആ ക്ലോസ് ആവാനായപ്പോൾ ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് നല്ല ലോസ് അതിൽ പോവുകയും ചെയ്തു. പക്ഷേ അത് അറ്റ്ലീസ്റ്റ് അത് ഞാൻ ക്ലോസ് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെനിക്ക് എക്സിറ്റ് ആവേണ്ടിയും വരില്ലായിരുന്നു. അത് ഞാൻ ഇന്നെടുത്തൊരു റോങ് ഡിസിഷൻ ആയിപ്പോയി. പക്ഷേ എനിക്ക് ലൈവിൽ ആ ഒരു വലിയ ക്യാൻഡിൽ വരുന്ന കണ്ടപ്പോൾ ഞാനത് പെട്ടെന്നത് എക്സിറ്റായി. ഞാൻ എൽ സാധാരണ ഇട്ട് വെക്കാറില്ല. ആ 20 താഴെ ക്ലോസ് വരുമ്പോൾ എക്സിറ്റ് എന്ന രീതിയിലാണ് ഞാൻ കയറിയത്. പക്ഷേ 20 താഴെ ക്ലോസ് വന്ന ക്യാൻഡിൽ പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ ഫൈനൽ ആ ഒരു എൻഡിൽ തന്നെ എനിക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് അതിൽ നല്ല ലോസ് പോവുകയും ചെയ്തു. അപ്പം എൻ്റെ രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത്, എൻട്രി വന്നിരിക്കുന്നത് 11:55 എക്സിറ്റ് വന്നത് ഈ 11:58 എനിക്ക് എക്സിറ്റ് വന്നത്. അപ്പം
അപ്പോൾ എൻ്റെ ഓർഡർ ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ എൻട്രി വന്നത് 11:55 എൻ്റെ എൻട്രി വന്നത്. അതും ഞാൻ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ തന്നെയാണ് കയറിയത്. എക്സിറ്റ് വന്നത് 11:58 എക്സിറ്റ് വന്നത്. അപ്പം 11:58 എക്സിറ്റ് വന്നപ്പോഴത്തേക്കും ഇവിടെ ഞാൻ എൻട്രി എടുത്തതെന്ന് പറയുന്നത് 695 ഓൾമോസ്റ്റ് 696 പക്ഷേ എക്സിറ്റ് വന്നത് 670 അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 26 പോയിൻറ്റ്സോളം എനിക്കവിടെ ലോസ് വന്നു. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയ പോയിന്റ് പോവുകയും ചെയ്തു. അതിന് കൂടെ ഒരു 10 പോയിൻറ്റ്സ് എനിക്ക് ലോസിലാണ് ഞാൻ ഈ രണ്ടാമത്തെ ട്രേഡ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും ആ ഒരു പോയിന്റ് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പം ഇത് വീണ്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞ് ഈ ഒരു ലെവൽ വീണ്ടും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് എൻ്റെ എൻട്രി വന്നത് 12.6 കാരണം ഇത് ഞാൻ ഇവിടുന്നേ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും അത് 20ൻ്റെ താഴെ പോയി വീണ്ടും അത് മുകളിലേക്ക് തന്നെ അത് താഴേക്ക് പോകാനാണെങ്കിൽ വീണ്ടും ഇത് മുകളിലേക്ക് കയറില്ലായിരുന്നു. അപ്പോൾ അത് വീണ്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ 12.6 വീണ്ടും ഒരു റീ എൻട്രി എടുത്തു. സത്യത്തിൽ ഞാൻ ഈ ഒരു റീ എൻട്രി എടുക്കാണ്ട് ഇത് ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നു. അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോയിന്റ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഒരു 12.6 ഞാൻ വീണ്ടും എൻട്രി എടുത്തു. ഇതും ഈ ഒരു 20 ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. അത് ഞാൻ ഹോൾഡ് ചെയ്തു. അത് ഇതായിരുന്നു എൻ്റെ ടാർഗറ്റ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1:2 കിട്ടി, അല്ലെങ്കിൽ മോർ ദാൻ 1:2 പോയി. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് വന്നപ്പോൾ എന്തായാലും ഒരു പുൾ ബാക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ഈ ഒരു 12:21 റണ്ണിങ്ങിൽ തന്നെ ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്തു. അപ്പം ഓർഡർ ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഓർഡർ ബുക്ക് എടുക്കുകയാണെങ്കിൽ ഈ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ തന്നെയാണ് ഞാൻ 3 തവണയും കയറിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 55,400 അടുത്ത എൻട്രി വന്നത് 12.6 12.6 എൻട്രി എടുത്തു. 12.21 ആ റണ്ണിങ് ക്യാൻഡിൽ തന്നെ ഞാൻ എക്സിറ്റ് ആയി. അപ്പം ഇതിൽ ഞാൻ 700 ഞാൻ എൻട്രി എടുത്തത്. അത് 748 ഞാൻ എക്സിറ്റ് ചെയ്തത്. അപ്പം ഒരു 48 പോയിൻറ്റ്സ് എനിക്കിവിടെ കിട്ടി. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇന്ന് ഓവറോൾ P&L വന്നിരിക്കുന്നത് 1275 അപ്പം ഇതാണ് എൻ്റെ ടോട്ടൽ P&L ഇന്ന് വന്നത്. അപ്പം ഞാൻ ടോട്ടൽ 3 ട്രേഡാണ് എടുത്തത്. അതിൽ ഫസ്റ്റത്തെ എനിക്കൊരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് എനിക്ക് ബിഗ് ലോസ് ആയിരുന്നു. തേർഡ് എനിക്കൊരു നല്ല പ്രോഫിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ലോസിനെ എനിക്ക് കോമ്പൻസേറ്റ് ചെയ്ത് എനിക്ക് ടോട്ടൽ ഒരു 1275 റുപ്പീസ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പം ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്യാൻഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാക്സിമം അത് ക്ലോസ് വരെ വെയിറ്റ് ചെയ്യുക. പക്ഷേ പലപ്പോഴും നമുക്ക് എനിക്ക് പറ്റാറുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വലിയൊരു ക്യാൻഡിൽ കാണുമ്പോൾ റണ്ണിങ്ങിൽ തന്നെ നമ്മൾ എക്സിറ്റ് ആവും. പക്ഷേ എക്സിറ്റ് ആയാലും അത് എക്സിക്യൂട്ട് ആവുന്നത് ചിലപ്പോൾ അതിൻ്റെ ടോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് അടിക്കുകയാണെങ്കിൽ എൻ്റെ ലോ പോയിന്റിൽ പോയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ലോസ് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ആയിട്ട് വന്നാലും എന്തുകൊണ്ടോ അത് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വീണ്ടും വീണ്ടും അത് വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രണ്ടാമത് ഇപ്പം ഈ ഒരു ട്രേഡ് അപ്പം ഞാൻ ഈ ഒരു ട്രേഡിലിവിടെ എക്സിറ്റ് ആവാണ്ട് ഈ റണ്ണിങ്ങിൽ എക്സിറ്റ് ആവാണ്ട് ഇത് ക്ലോസ് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ എക്സിറ്റ് ആവേണ്ടി വരില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കിത് ഫുൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് റിയൽ ടൈമിൽ അത് ആ ഒരു പ്രോസസ്സ് വരാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്കറിയില്ല പലർക്കും അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമുക്കൊരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വലിയൊരു ക്യാൻഡിൽ പോകുമ്പോൾ തന്നെ ചാടി ഇറങ്ങുന്നൊരു സ്വഭാവം. എനിക്ക് പല സമയത്തും ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിലും അതേ സംഭവം തന്നെ എനിക്ക് റിപ്പീറ്റായിട്ട് വന്നു. അതില്ലായിരുന്നെങ്കിൽ നല്ല ഒരു എൻട്രി ആയിരുന്നു. പക്ഷേ ഇവിടെ രണ്ടാമത് ഞാൻ കയറിയതുകൊണ്ട് ഇന്ന് എനിക്ക് നല്ലൊരു പ്രോഫിറ്റിൽ എനിക്ക് എക്സിറ്റ് ആവാൻ പറ്റി. ഞാൻ ഒരു ലോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഞാൻ വെറും ഒറ്റ ലോട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തത്. അപ്പോൾ ലോട്ട് സൈസ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിനനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്ന് 3 എൻട്രീസ് ഉണ്ടായിരുന്നത്. Okay, thank you.